നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയേഴ്സ് റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആൻഡ് സ്റ്റൈലാണ്. ആൻഡ് വി ആർ പാഷനറ്റ് അബൌട്ട് ബ്രിങ്ങിങ് യുവർ വിഷൻ ഇൻടു ലൈഫ്. വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ക്രാഫ്റ്റഡ് ബൈ ലെസിറ്റോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാലിക്കറ്റ് മൂഴിക്കലുള്ള സുഹൈർ സാറിന്റെ വീട്ടിലാണ്. താങ്ക് യു ഫോർ ഹാവിങ് us, സർ. എൻ്റെ പേര് സുഹൈർ. ഞാനൊരു മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയറാണ്. കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 2022 വീട് വെക്കാൻ പ്ലാൻ ചെയ്തത്. സിമ്പിളും ഒരു മിനിമലിസ്റ്റിക് ഇൻറ്റീരിയർ ഡിസൈൻ ആയിരുന്നു അന്നേ ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഐക്യ തന്നെയായിരുന്നു. ഐക്യയിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം വിസിറ്റും ചെയ്തിരുന്നു. അവിടെ ബെഡ്റൂംസും വാർഡ്രോബ്സും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ക്യൂട്ടായിട്ടുള്ള വുഡൊക്കെ വളരെ മിനിമലായിട്ടുള്ള ഒരു ഡിസൈൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു ഞങ്ങളും ആഗ്രഹിച്ചതും. ഇത് വൈഫുമായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഐക്യ കൂടുതലും പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിച്ചാണ് ഈ വാർഡ്രോബ്സും ബെഡൊക്കെ മാനുഫാക്ചർ ചെയ്തെന്നാണ് മനസ്സിലായത്. പക്ഷേ ഇത് നമ്മളുടെ ക്ലൈമറ്റിന്, കേരള ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആയിരിക്കുന്ന സമയത്താണ് ഷിയാബ് ഖാനെയും ലാസിറ്റോനെയും കുറിച്ച് ഞാൻ അറിയുന്നത്. സിസ്റ്റർ ഇൻലോ മുനീബയായിരുന്നു ഇതിൻ്റെ ആർക്കിടെക്റ്റ്. ഡിസൈൻസൊക്കെ നമ്മളെ ലാസിറ്റോ ഷിയാബ് ഖാ VR കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് നമ്മൾ ലാസിറ്റോൻ്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഓർഡർ കൊടുക്കുകയും ചെയ്തു. ക്യാമറയിലേക്കല്ലേ? എൻ്റെ പേര് മുനീബ. ഞാൻ ഫ്രീലാൻസ് ആർക്കിടെക്റ്റാണ്. നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല. അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അത് പ്രൊക്യൂർ ചെയ്ത് നമ്മൾ 3D ചെയ്ത അതേപോലെ അത് റിയലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് പറ്റിയൊരു മാനുഫാക്ചറിങ് ടീം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് കിട്ടില്ല. എനിക്ക് ലെസിറ്റോനെ കുറിച്ച് എപ്പോഴും തോന്നിയത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ ഒരു ഫിനിഷിങ് ടെക്സ്ചറിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് എത്ര സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിലും ലാർജ് ക്വാണ്ടിറ്റി ആണെങ്കിലും അത് പ്രൊക്യൂർ ചെയ്യാൻ കാപ്പബിൾ ആണ്. പിന്നെ കംപ്ലീറ്റ് പ്രോസസ്സ് മെഷീൻ വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച അതേ നല്ല പെർഫെക്റ്റ് ഫിനിഷിൽ കിട്ടി. ഇതെല്ലാം ലെസിറ്റോ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഇവർക്ക് വേണ്ടി കസ്റ്റമായിട്ട് മാനുഫാക്ചർ ചെയ്തതാണ്. സ്ട്രോങ്ങർ ആൻഡ് ഡ്യൂറബിൾ മെറ്റീരിയൽസും മാസ് മാർക്കറ്റ് ബ്രാൻഡ്സിനേക്കാൾ ബെറ്റർ ജോയിനറി ആണ് ലെസിറ്റോയുടെ വർക്ക്സിനെ എക്സെപ്ഷണൽ ആക്കുന്നത്. ഈ ഒരു വാർഡ്രോബ് ഒക്കെ PU പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ വാട്ടർ ആൻഡ് കെമിക്കൽ റെസിസ്റ്റൻസ്. ഈ വാർഡ്രോബിൽ ഒരു ഇന്നോവേറ്റീവ് ഫീച്ചർ ആണ് ഈ വെയർ ചെയ്ത ക്ലോത്ത്സ് ഒക്കെ ഹാങ് ചെയ്യാനുള്ള പ്രൊവിഷൻ. വാഷ് ബേസിൻ ഏരിയ നോക്കുവാണെങ്കിൽ ആ സ്പേസിലേക്ക് മാച്ച് ചെയ്യുന്ന ഡിസൈൻസ് വളരെ ക്യൂട്ട് ആൻഡ് ഫങ്ഷണൽ എസ്തെറ്റിക്സോടെ ഡെലിവർ ചെയ്യാൻ ലെസിറ്റോ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെക്കൻഡ് റൂമിലെ വാർഡ്രോബ് ഒരു സെയിം കളറിലെ 2 ഡിഫറെന്റ് കോൺട്രാസ്റ്റ് വരുന്ന ഒരു മോഡലായിരുന്നു പ്ലാൻ ചെയ്തത്. ആ ഒരു ഡിസൈൻ പോലെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഹൗസ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്വാളിറ്റി കൺട്രോൾ ലെസിറ്റോയുടെ സർവൈലൻസിലാണ്. എല്ലാ വാർഡ്രോബ്സിന്റെയും എഡ്ജ് ബാൻഡ്സ് ഒക്കെ ഒന്നും മാനുവലി ചെയ്തതല്ല, എല്ലാം മെഷീൻ ഫിനിഷിംഗ് ആണ്. കിച്ചന്റെ അടക്കം എല്ലാം VR എക്സ്പീരിയൻസ് ക്ലയൻസിന് നമ്മൾ കാണിച്ചു കൊടുക്കും. നമ്മൾ എല്ലാ ഹിഞ്ചസും സോഫ്റ്റ് ക്ലോസിംഗ് ആൻഡ് ഡ്യൂറബിൾ ഹിഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം വാർഡ്രോബ്സിനെക്കാളും ആക്ഷൻ കണ്ടിന്യൂസ്ലി വരുന്നത് ഒരു കിച്ചൺ ക്യാബിനറ്റ്സിന്റെ ഹിഞ്ചസിനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ലെസിറ്റോയുടെ കൂടെയുള്ള കംപ്ലീറ്റ് വർക്കും എക്സ്പീരിയൻസും? ലെസിറ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് ബിൽറ്റ് ക്വാളിറ്റിയാണ്. പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഫിനിഷ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേറെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഓൺ ടൈം ഡെലിവറി ആൻഡ് ഇൻസ്റ്റലേഷനാണ്. ലെസിറ്റോ നമ്മൾ പ്രതീക്ഷിച്ചതിനും മുന്നേ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് തന്നു. വേറെ ക്ലയൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. വേറെ എത്ര സ്കില്ലുണ്ടെങ്കിലും ഡെലിവറി ആൻഡ് ഇൻസ്റ്റലേഷൻ കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ വേറെ കാര്യമില്ലല്ലോ.